Avodha, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് റേറ്റ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HR സ്പെഷ്യലിസ്റ്റ് കോഴ്സിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് HR സ്പെഷ്യലിസ്റ്റ്? അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവിടെ എല്ലാവരുടെയും HR-മാരുണ്ടാവും അല്ലേ? അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണ് HR സ്പെഷ്യലിസ്റ്റ്, അവരുടെ ജോബ് റോൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് സ്കോപ്പ്, അതിന്റെ സ്കോപ്പും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ, അവരുടെ പാക്കേജ്, എല്ലാ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഒരു കമ്പനി എടുക്കുമ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അവരുടെ ബെനിഫിറ്റ്സ്, അതുപോലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ട്രെയിനിങ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും, അതുപോലെ അവർ റിക്രൂട്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമാണ് ഈ HR സ്പെഷ്യലിസ്റ്റുമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. HR സ്പെഷ്യലിസ്റ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ്. അതായത് ഇപ്പം ഒരു കമ്പനിയിലേക്ക് ഒരു എംപ്ലോയി വരുന്നുണ്ട്. അപ്പം അയാളെ നമ്മൾ ഹയർ ചെയ്യണം അല്ലേ? ആ ഹയറിംഗ് ഡ്യൂട്ടി എല്ലാം നമ്മുടെ HR-നാണ്. ഹയർ ചെയ്താൽ മാത്രം പോരാ, അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. പിന്നെ അവിടുത്തെ ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ HR-മാർ നോക്കി നടത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി വന്ന് ജോയിൻ ചെയ്തു, ഹയർ ചെയ്ത് കഴിഞ്ഞ ആൾ ജോയിൻ ചെയ്യുന്നത് മുതൽ ആളുടെ എക്സിറ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ HR സ്പെഷ്യലിസ്റ്റുമാരാണ്. കൂടാതെ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്തിനെയും HR സ്പെഷ്യലിസ്റ്റിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അവരുടെ ഒരു ഹാർഡ് വർക്കും അവരുടെ ആ ഒരു എക്സലന്റ് സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ നല്ല ബെറ്റർ ആയിട്ട് മൂവ് ചെയ്ത് പോവുള്ളൂ. ഇനി വരും കാലം, അതായത് 2013 വരുമ്പോഴത്തേക്കും ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് $56.15 ബില്യൺ ആയിട്ടാണ് വളരാൻ പോകുന്നത്. ഓക്കെ, 56.15 ബില്യൺ ആയിട്ടാണ് 2030 ആകുമ്പോഴത്തേക്കും വളരാനാണ് പോകുന്നത്. നെക്സ്റ്റ് ഇനി സാലറി എടുത്ത് നോക്കിയാലോ. 2.4 മുതൽ 2.4 ലാക്ക് കേട്ടോ, 2.4 ലാക്ക് മുതൽ 30.9 വരെയാണ് നമ്മുടെ LPA വരുന്നത്, ലാക്ക് പെർ ആനം ആയിട്ട് വരുന്നത്. നമ്മുടെ കോഴ്സ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതായത് വെറും +2 ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അതായത് ഓർഗനൈസേഷൻസ് എന്നും വളർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് നമ്മുടെ HR സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കരിക്കുലം ആണെങ്കിൽ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ ഒരുപാട് ടോപ്പിക്സുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണ്. സോ എന്തായാലും മിസ് ചെയ്യരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.